ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്സുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്സ് ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാൻ കഴിയും. അതൊക്കെ റെഫർ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ മാത്സിൻ്റെ ഒരു 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് A+ തന്നെ കിട്ടും. കാരണം ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് 40 ഡിഗ്രിയാണ്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് എത്ര? ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് ദ ഫിഗർ ഈസ് 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 ഡിഗ്രിയാണ്. ഇത് 40 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഇത്രയും പാർട്ടുണ്ട്, അത് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഒരു വൃത്തത്തിൻ്റെ ഒരു സർക്കിളിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഈ ഒരു പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പോർഷൻ എത്രയാണെന്ന ചോദ്യം. അപ്പോൾ നമുക്ക് എന്താ, 360 നിന്ന് നമ്മൾ 40 കുറയ്ക്കുക. 40 കുറച്ചാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 320. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് എത്രയാണെന്ന് എഴുതാം? 320 ഡിഗ്രിയാണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ, വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? അപ്പോൾ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇവിടെ സർക്കിൾ എന്ന് പറയുന്നത് 360 അപ്പോൾ നമ്മൾ ടോട്ടലാണ് എപ്പോഴും ഈ ഷെയ്ഡഡ് പാർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടോട്ടലാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ പാർട്ട് എത്ര എന്നാണ് കണ്ടത്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ 40. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 360, 40 ഡിവൈഡഡ് ബൈ 360. അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 36 കോമൺ ആയിട്ട് 4 36 4 9 പ്രാവശ്യം പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എത്രയാണ്? 1/9. അപ്പോൾ നമുക്ക് എത്ര പാർട്ടാണെന്ന് എഴുതാം? 1/9 പാർട്ട് എന്ന് എഴുതാം. 1/9 ഭാഗം. ഓക്കെ, ഇനി അടുത്ത, വൺ പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്. ഇവിടെ അൺഷെയ്ഡഡ് ചെയ്തത് എത്ര ഭാഗമാണ്? അപ്പോൾ നമുക്കറിയാം 360 ടോട്ടൽ. ഷെയ്ഡ് ചെയ്യാത്ത 320 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 320 ഡിവൈഡഡ് ബൈ 360, 320 ഡിവൈഡഡ് ബൈ 360. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പോകുന്ന 4ആണ്. 4 32 4 എത്ര ടൈംസാണ്? 8 ടൈംസാണ്. ഇവിടെ 9 അപ്പോൾ 8/9. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സർക്കിൾ വൃത്തത്തിൻ്റെ മൊത്തത്തിലുള്ള അളവ് 360. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് ഇനി വേറൊരു നമ്പറാണ് തന്നതെങ്കിലും, നിങ്ങളിപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് 60 ആണ് തന്നതെങ്കിൽ നിങ്ങൾ എത്ര ചെയ്യേണ്ടത്? 60/360. എത്ര ഷെയ്ഡഡ് ഭാഗം എന്ന് വെച്ചാൽ 60/360. അപ്പോൾ 1/6 കിട്ടും. ഇനി അൺഷെയ്ഡഡ് ആണെന്ന് നോക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. ഈ ബേസിക് ആയിട്ട് ഇതിൽ ഓർമ്മിച്ച് വെക്കേണ്ട 360 നമ്മുടെ വൃത്തത്തിൻ്റെ ആംഗിളിൻ്റെ അളവുകളുടെ തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതും ഇതേപോലെ തന്നെ വേറൊരു ലീനിയർ പെയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലീനിയർ പെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയാസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ നോക്കൂ, ആംഗിൾ BOC, ഇവിടെ BOCയുടെ 2 മടങ്ങാണ് DOC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ആംഗിളിൻ്റെ 2 മടങ്ങാണ് ഇതെന്നാണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ആംഗിൾ DOC എത്ര? ആംഗിൾ AOയുടെ അളവ് എത്ര? ആംഗിൾ AOയുടെ അളവ് കാണുക. ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേരെഴുതുക. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DOC? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADE? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. നെയിം എനി 2 ലീനിയർ പെയർ ഇൻ ദ ഫിഗർ. അപ്പോൾ നമുക്ക് ഇവിടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ പെയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, ഇതിനാണ് ലീനിയർ പെയർ ഉള്ളത്. അപ്പോൾ ഈ ലീനിയർ പെയറിൽ മൊത്തത്തിൽ 180 ഡിഗ്രി ഉണ്ടാവും. 180 ഡിഗ്രിയാണ് ഈ ലീനിയർ പെയറിലെ ആംഗിൾസ്, കോണുകളുടെ അളവുകളുടെ തുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഫസ്റ്റ്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DOC? ആംഗിൾ DOC എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ DOC ഇതാണ്. അപ്പോൾ ഇതിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ആംഗിൾ DOC ഈസ് ട്വൈസ് ഓഫ് ആംഗിൾ BOC. അതായത് BOCൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ BOC എന്ന് പറയുന്നത് ഏതാണ്? 36. 36ൻ്റെ 2 മടങ്ങ് കണ്ടാൽ മതി.
2 12 ബാക്കി 1 2 3 6 6 3 7 72 ഡിഗ്രി. അപ്പോൾ നമുക്ക് 72 ഡിഗ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 72 ഡിഗ്രി. അത് നമുക്ക് അതിൽ തന്നെ തന്നിട്ടുണ്ട്. ചോയ്സ് ഓഫ് BOC, അതായത് 2 മടങ്ങാ തന്നിട്ടുണ്ട്. അപ്പോൾ 36ന് 2 പ്രാവശ്യം കണ്ടു. അപ്പോൾ നമുക്ക് 72 ഡിഗ്രി കിട്ടി. ഇനി അടുത്ത വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADE. അപ്പോൾ ഇവിടെ ADE ഏതാണെന്ന് നോക്കണം. ADE എവിടെയാണ് കാണുന്നത്? ADE. ഓക്കെ, ആംഗിൾ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOE, ആംഗിൾ AOE ഇതാണ്. അപ്പോൾ ഇത് എത്രയാണെന്ന് നമ്മൾ കാണണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിതെങ്ങനെ കാണാൻ കഴിയുന്നതാണ്. അപ്പം ഇവിടെ 72 ഡിഗ്രിയാണിത്. ഓക്കെ, അതായത് ഇത് 72 ഡിഗ്രി ആണെന്ന് ഇതും 72 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, വിപരീത കോണുകളാണ്. അപ്പോൾ ഇവിടെ 72 ആണെച്ചാൽ ഇവിടെ എന്തായിരിക്കും? 72 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 72 ആണെങ്കിൽ ഇത് ലീനിയർ പെയറാണ്. ലീനിയർ പെയർ എന്ന് പറയുന്നത് 180 ആണ്. ഇവിടെ 72 ആണെച്ചാൽ ഇത് എത്രയായിരിക്കും? നമ്മൾ 180ൽ നിന്ന് 72 മൈനസ് ചെയ്യുക. അപ്പോൾ 10ന്ന് 2 പോയാൽ 8, ബാക്കി ഇവിടെ 7, 7ന്ന് 7 പോയാൽ 0 1. അപ്പോൾ എത്രയാണ്? 108 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 108 ഡിഗ്രി. അതെങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമല്ലോ. ഇവിടെ 72 ആണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇതെന്ന് പറയുന്ന ഒരു ലീനിയർ പെയറാണ്. ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയപ്പോൾ 180ൽ നിന്ന് 72 മൈനസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. ആംഗിൾ AOD ഇവിടെ ഏതാണ്? ആംഗിൾ AOD. ആംഗിൾ AOD എത്രയാണ്? 72 ഡിഗ്രി. ഇവിടെ 72 ഡിഗ്രി ആണെച്ചാൽ ഇവിടെ 72 ഡിഗ്രിയാണ്. അതും ഓക്കെയാണ്. നെയിം എനി 2 ലീനിയർ പെയർ ഇൻ ദ ഫിഗർ. ഫിഗറിൽ ഏതെങ്കിലും 2 ലീനിയർ പെയർ എഴുതാനും നമുക്ക് എളുപ്പമാണ്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഈ 2 എണ്ണം എഴുതുന്നതിന് തന്നെ ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പം വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം? ഇതിനെ നമുക്കൊരു പെയറാക്കാം. ആംഗിൾ AOE. ഓക്കെ, ആംഗിൾ AOE ഒരു പെയറാണ്. ആംഗിൾ പിന്നെ BOE അതൊരു ലീനിയർ പെയറാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, മേലെ നിന്ന് എടുക്കാം. ഇവിടെ ആംഗിൾ AOD ഒരു പെയറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പേരാണ് DOB, ആംഗിൾ DOB. ഇത് മാത്രം എഴുതി ഞങ്ങൾക്ക് 2 മാർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 3. The total number of students in മഞ്ചാടിക്കുന്ന് UP School 2021-22 was 100. 90 കുട്ടികളാണ്. 60% of them were girls and rest them were boys. 1% of total are boys. What is the number of girls? The number of students increased to 20% in 2023 than in the previous year. What is the total number of students in 2022-23? On 23-24, the number of children decreased by 10% than the previous year. What is the percentage of the present number of children compared to the previous year? കുറച്ച് നല്ലവണ്ണം വായിച്ചു നോക്കാം. നമുക്ക് മലയാളത്തിലുള്ളവർക്ക് വായിച്ചു നോക്കാം. 2021-22 വർഷത്തിൽ മഞ്ചാടിക്കുന്ന് UP സ്കൂളിലെ കുട്ടികളുടെ ആകെ എണ്ണം 900 ആയിരുന്നു. ആകെ ടോട്ടൽ. അപ്പോൾ അതവിടെ പോയിൻ്റ് ചെയ്ത് വെക്കുക 900. ഇതിൽ 60% പെൺകുട്ടികളും ബാക്കിയുള്ളവർ ആൺകുട്ടികളുമായിരുന്നു. അപ്പോൾ ഈ 900-ൽ 60% ആരാണ്? പെൺകുട്ടികളാണ്. ആൺകുട്ടികളെന്ന് പറയുമ്പോൾ അപ്പോൾ ഊഹിക്കാമല്ലോ, ശതമാനം എന്ന് പറയുന്നത് 100 അല്ലേ. 100-ൽ 60 ആൺകുട്ടികളാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? 40 ആയിരിക്കും അല്ലേ. അപ്പോൾ ചോദ്യം ആൺകുട്ടികൾ ആകെയുള്ളതിൻ്റെ എത്ര ശതമാനമാണ്? കുട്ടികളുടെ എണ്ണം എത്ര? 2022-23 വർഷത്തിൽ കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്ക് 20% വർദ്ധിച്ചു. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? പിന്നെ 10% കുട്ടികൾ കുറഞ്ഞു. അപ്പോൾ എത്ര ശതമാനത്തിൻ്റെ ഭാഗമാണ്? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ബോയ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അറിയാം, ഇവിടെ തന്നിട്ടുണ്ടല്ലേ 900 ആണ്. അതിൽ 60% ഗേൾസാണ്. അപ്പോൾ നമ്മൾക്ക് 100 ആണ്. 100-ൽ 60% ആരാണ്? ഗേൾസാണ്. അപ്പോൾ ബാക്കി എത്ര എന്നാണ് ചോദിച്ചത്. ബാക്കി എത്രയാണ്? 40%. 40% ആരാണ്? ബോയ്സാണ്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും 100 ആണ്. 100-ൽ 60 ഗേൾസ് ആണെച്ചാൽ ബാക്കി 40 എന്തായിരിക്കും? ബോയ്സ് ആയിരിക്കും.
ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്, നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 900 ആണ്. അതിൽ നമ്മുടെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് 60 ആണ്. 60% എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ, 60/100, 60/100. അപ്പോൾ 900 × 60/100. എങ്ങനെയാണ് 900 എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ടോട്ടലിൻ്റെ 60% ആണ് ഗേൾസ് എന്ന് പറഞ്ഞാൽ. അപ്പം ടോട്ടൽ ആദ്യം എഴുതുക, എന്നിട്ട് എത്രയാണോ തന്ന പെർസെൻറ്റേജ് 60% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 60/100. അപ്പോൾ നമ്മൾ 900ൻ്റെ 60/100 ഇവിടെ കാണുക. അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സീറോസും നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ 90യും കാണാം. ഓക്കെ, ഇവിടെ നമ്മൾ സീറോസ് കട്ട് ചെയ്തല്ലോ. ഇവിടെ 0 കട്ട് ചെയ്തു, ഇത് 0 കട്ട് ചെയ്തു, ഇവിടെ 0 കിട്ടും. ഇനി ഇവിടെ ഉള്ളത് 90 ഉണ്ട്, പിന്നെന്താണ് 6 ഉണ്ടല്ലേ. അപ്പോൾ 90 × 6. അപ്പോൾ 90 × 6. 90 × 6 എത്രയാണ്, 9 × 6 എത്രയാണ്, 54. അതിൻ്റെ കൂടെ ഒരു 0യും കൂട്ടി ചേർത്ത്, അപ്പോൾ 540. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, 540. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മുടെ ടോട്ടൽ 900 ആണ്, 900 ആണ്. അതിൻ്റെ 60% കണ്ടു. ഇനി അടുത്തതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറഞ്ഞ എന്താണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് ബൈ 120%. അപ്പോൾ ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് നമുക്ക് ടോട്ടൽ ആകെ തന്നത് 900 ആണ്. അത് നമ്മൾ അവിടെ തന്നെ എഴുതുക, വേറെ നമ്പേഴ്സൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്ക് പറഞ്ഞത് 20% കൂടി, അതായത് ഈ വർഷമാണ് 100. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 100 + 20, അപ്പോൾ നമുക്ക് 120 എന്ന് എഴുതാം. 120/100. അപ്പോൾ കൂടിയാൽ എന്താണ് ചെയ്യേണ്ടത്, കൂടിയ സംഖ്യ ഈ 100നോട് കൂട്ടുക. അപ്പോൾ 120. അപ്പോൾ ഇവിടെയും നമ്മൾ സീറോസ് കട്ട് ചെയ്തു. അപ്പം 9 × 120 ആണുള്ളത്. അപ്പം 120 × 9 എത്ര നോക്കാം. 900, 9ഉം 2ഉം 18, ബാക്കി 1, 9, 9, 1, 10. അപ്പോൾ 1080 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നുമില്ല. നമുക്ക് തന്നത് എന്താണ്, 20% കൂടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് 900നോട് 120/100നോട് 20 കൂട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ നമ്മൾ ചെയ്തപ്പോൾ 1080,080 കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇനി ഇത് ഇവിടെ കൂടി എന്നാണല്ലോ പറഞ്ഞത്, ഇനി കുറഞ്ഞു എന്നാണ് പറയുന്നത്. 10% കുറഞ്ഞു എന്ന്. അപ്പോൾ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ കപ്പ്. അപ്പോൾ എത്രയാണ് പെർസെൻറ്റേജ് മാത്രമുള്ളൂ നമ്മളോട് ചോദിച്ചത്. അതിൻ്റെ വാല്യൂ നമ്മൾ എഴുതേണ്ട. 1080 പോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ നമുക്കറിയാം 100 ഉള്ളത് പെർസെൻറ്റേജ് 10 കുറഞ്ഞാൽ എത്ര ആയിരിക്കും, 90. അപ്പോൾ 90%. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ, ശതമാനത്തിൻ്റെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ആരും മിസ്സാക്കരുത്. വളരെ എളുപ്പമുള്ളതാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി 4 നോക്കാം. ഇവിടെ നോക്കൂ, ഭിന്നസംഖ്യകളാണല്ലേ. ഭിന്നസംഖ്യകൾ 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഛേദമായ ഭിന്നസംഖ്യയായി എഴുതിയാൽ ദശാംശ രൂപത്തിലേക്ക് മാറ്റാനാണ് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ ഫോം, ഈക്വൽ ഫ്രാക്ഷനും ഡെസിമൽ ഫ്രാക്ഷനും, ഇങ്ങനെ 3 കോളാണ് തന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ഫോം 1/2 ആണ്. ഇവിടെ 1/2. ഈക്വൽ ഫ്രാക്ഷൻ 5/10. അതായത് 10ൻ്റെയോ അല്ലെങ്കിൽ 100ൻ്റെയോ 1000 നമുക്ക് എന്തായിട്ട് വരണം, ഛേദമായിട്ട് നമുക്ക് വരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ തന്നതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1/2 ആണെന്ന് വിചാരിക്കുക. ഈ 1/2നെ നമുക്ക് 10, 100, 1000 ഇതിലേതെങ്കിലും ഒന്ന് ഇവിടെ വരണം. അപ്പം നമുക്ക് 10 ആക്കാം. ഈ 10 ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? 2നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താലേ നമുക്ക് 10 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മേലെയും നമ്മൾ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 5/10 കിട്ടി. അതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലായപ്പോൾ 0.5 കിട്ടി. ആദ്യം നമുക്ക് തന്ന മോഡൽ തന്നെ ഒന്ന് ചെയ്താണ്. ഇനി ഇവിടെ 1/4 ആണുള്ളത്. അടുത്തത് 1/4 ആണ്. ഇവിടെ നമുക്ക് 10 കൊണ്ട് എടുത്താൽ ശരിയാവില്ല അല്ലേ? 10 കൊണ്ട് ശരിയാവില്ല. അപ്പോൾ നമുക്ക് 100 എടുക്കാം. ഈ 100 താഴത്തെ
കൊടുത്തു. അപ്പോൾ ഈ 4നെ 100-ലാക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 25 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 ഗുണിക്കണം 25, 4 × 25 ആണ് 100. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ 25 കൊണ്ട് ഗുണിച്ചാൽ മേലെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 25 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് 1 ഗുണിക്കണം 25, 25/100. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കാൻ വെച്ചാൽ നിങ്ങൾക്കറിയില്ല, ഇവിടെ സീറോസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടെ പോയിൻ്റ് എത്ര കഴിഞ്ഞിട്ടുണ്ട്? 2 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം ഇടാൻ. ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 25 എന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ സീറോസ് ഇവിടെ 2 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 1, 2 ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ്. അപ്പോൾ നമുക്ക് 0.25 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് 3/8 ആണ്. ഈ 3/8 നമുക്ക് 3/8 ആകണമെങ്കിൽ നമ്മൾ 1000 വേണം. 10ഉം പറ്റില്ല, നമുക്ക് 100ഉം പറ്റില്ല, 1000 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 8നെ 1000 ആക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 125 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 1000 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇവിടെ താഴെ 125 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇവിടെ മേലെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 125 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 × 125, 3 × 125 എന്ന് പറയുന്നത് 375 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ കിട്ടിയത്? നമുക്ക് 375/1000. ഓക്കെ, അപ്പോൾ 375/1000 ഇതിനെ നമുക്ക് എത്ര എവിടെ ഫ്രാക്ഷൻ ഫോം ആക്കാം? ഇവിടെ 375 തന്നെ എഴുതുക. ഇവിടെ 3 സീറോസ് ആണുള്ളത്. അപ്പോൾ 3 സ്ഥാനം മാറിയിട്ടാണ് നമ്മുടെ പോയിൻ്റ് ഇടേണ്ടത്. അപ്പോൾ 0.375. അപ്പോൾ രണ്ടാമത്തെ 0.375. 0.375. ഓക്കെ, ഇനി അടുത്ത് നോക്കുക 7/25. 7/25നെ നമുക്ക് 25നെ 100 അല്ലേ 100 ആക്കാം. അപ്പോൾ 25നെ 100 ആക്കണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 7നെയും നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 7 × 4 എത്രയാണ്? 7 × 4 28. ഇപ്പോൾ 28/100. 28/100. 28ന് നമ്മൾ അങ്ങനെ തന്നെ എഴുതും. ഇവിടെ 2 സീറോസ് ആണല്ലോ. അപ്പോൾ 0.12 ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് 0.28. ഓക്കെ, ഇനി അടുത്തത് 1/20. 1/20 എന്ന് പറയുമ്പം നമുക്ക് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യാം? 100ലേക്ക് മാറ്റാമല്ലേ. അപ്പോൾ 20നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലോ? നമുക്ക് 100 ഇട്ട് 5 കൊണ്ട് ഇൻറ്റു ചെയ്താലോ. അപ്പോൾ നമ്മൾ മേലെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 1 × 5 5, 20 × 5 100. ഇവിടെ നോക്കുക, നമുക്ക് 5 ആണുള്ളത്, പക്ഷേ ഇവിടെ 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കണം? ഒരു സീറോ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. 0.05. അത് ശ്രദ്ധിക്കുക, 0.05 ആണ്. ഇനി അടുത്ത 3/5 ആണ്. 3/5നെ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് 10ലേക്ക് മാറ്റാം? 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 10 ആവുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ്. അപ്പോൾ 2 ഭാഗത്തെയും നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 3 × 2 എന്ന് പറയുന്നത് 6/10 ആണ്. അപ്പോൾ നമ്മൾ 6ന് അതേപോലെ എഴുതി. ഒരു സീറോ ആണുള്ളത്. അപ്പം പോയിൻ്റ് ഇവിടെ ഇട്ടാൽ മതി, 0.6. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ എളുപ്പമാണ്, ആരും മിസ്സാക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. Activity 5. Which of the following number has odd number of factors? ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. 18, 8, 16, 13. What is the number of factor of 12? Write 20 as product of prime numbers. Write 60 as a product of prime factors and write all factors. Okay. താഴെ തന്നിരിക്കുന്ന ഈ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായത് ഏത്? 12ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എഴുതുക. 20നെ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായി എഴുതുക. 60നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതി എല്ലാ ഘടകങ്ങളും കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയത് ഏതാണ്? 16 ആണ്. ഇനി 12ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ 12നെ ഫാക്ടറൈസ് ചെയ്യാണ്. അപ്പോൾ 2 കൊടുത്തു, 6 കൊടുത്തു, പിന്നെ 2, 2ൽ 3, 3. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ഘടകങ്ങളാക്കിയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണവും ഒരു 3 ആണ് നമുക്കുള്ളത്. അപ്പോൾ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എത്ര 2 എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട്.
അപ്പോൾ അതിനോട് 1 കൂട്ടുക. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഇവിടെ 3 എത്ര എണ്ണം ഉണ്ട്? ഒരൊറ്റ 3 ഉള്ളൂ. അതിനോടും 1 കൂട്ടുക. 2 കൂട്ടണം 1 3, 1 കൂട്ടണം 1 2, 3 ഗുണിക്കണം 2 6. ഇങ്ങനെയാണ് നമ്മൾ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക. അതായത് നമുക്ക് എത്രയാണോ ഘടകങ്ങൾ ഉള്ളത് ആ ഘടകങ്ങളോട് 1 കൂട്ടിയിട്ട് അതിനെ തമ്മിൽ ഇൻറ്റു ചെയ്യാം. ഇനി 20നെ അഭാജ്യ സംഖ്യകളുടെ ഗുണഫലമായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് 20നെ ഇങ്ങനെ ഘടകങ്ങളാക്കുക. 2, അപ്പോൾ 10, പിന്നെയും 2, പിന്നെ 5, 5, 1. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? 2 × 2 × 5. അങ്ങനെ എഴുതിയാൽ നമ്മുടെ ഉത്തരമായി. 2 ഗുണിക്കണം 2 ഗുണിക്കണം 5. ഇനി നമുക്ക് എന്താണ് 60നെ അഭാജ്യ ഘടകങ്ങളെ പിരിച്ച് 60നെ ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എഴുതാൻ 60 2, അപ്പോൾ നമുക്ക് 30 കിട്ടി. 30നെ വീണ്ടും 2, അപ്പോൾ 15 കിട്ടി. 15നെ വീണ്ടും 3, അപ്പോൾ നമുക്ക് 5 കിട്ടി. 5നെ വീണ്ടും 5, അപ്പോൾ നമുക്ക് 1 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഇതിനെ ഘടകങ്ങളായിട്ട് എഴുതാം? 1, പിന്നെ 2, പിന്നെ നമുക്ക് 3, പിന്നെ എന്താ എഴുതാം? 4, 2 2 4, 4. പിന്നെ നമുക്ക് എന്താ എഴുതാം? 5, പിന്നെ 2 × 3 6 എഴുതാം. പിന്നെ നമുക്ക് എന്താ എഴുതാം? 5 × 2 10 എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് 6 × 4 × 3 12 എഴുതാം. പിന്നെ 15 എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് 20 എഴുതാം. ഓക്കെ, 20 എഴുതാം, 30 എഴുതാം, 60 എഴുതാം. ഇത്രയും ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 6 വളരെ എളുപ്പമാണ്. ഇതൊന്നും മിസ്സാക്കരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ കണ്ട ഓരോ ഡയഗ്രാം തന്നിട്ടുണ്ടല്ലേ, ബാർ ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലെ ബാർ ഡയഗ്രാം ആണ്. വിച്ച് ക്ലാസ് കളക്റ്റഡ് ലീസ്റ്റ് എമൗണ്ട് കളക്ട് ചെയ്തത് ആരാന്നാണ് ചോദിച്ചത്. ലീസ്റ്റ് എമൗണ്ട് കളക്ട് ചെയ്തത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇതാണ് 5A ആണ് ലീസ്റ്റ് എമൗണ്ട് കളക്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തേൻ്റെ ഉത്തരം എന്താണ്? 5A ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഏതൊക്കെ ക്ലാസ്സിൽ നിന്നാണ് ഒരേ തുക ലഭിച്ചത്? ഒരേ തുക ലഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ തുക ലഭിക്കാൻ നമുക്ക് തോന്നുന്നത് ഇതുമാണ് ഒരേ തുക ലഭിച്ചത്. അപ്പോൾ ക്ലാസ് ഏതാ നോക്കുക? 6Aയും 7Bയും ആണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? 6Aയും 7Bയുമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടും. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താണ്? 5A 5B ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ച ആകെ തുക എത്ര? അപ്പോൾ 5A എന്ന് പറയുമ്പം നമുക്ക് 5A ഇങ്ങനെ നോക്കാം. 5A നമുക്ക് കിട്ടിയ എത്രയാണ്? 4500. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 6 കിട്ടിയത് എത്രയാണ്? 6 5000 ആണ്. അപ്പോൾ നമ്മൾ 5000ഉം 4500ഉം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കൂട്ട് നമുക്ക് എത്ര ടോട്ടലാണല്ലോ ചോദിച്ച്. നമുക്ക് 9500 ആണ് ആൻസർ കിട്ടുക. എത്രയാണ്? 9500. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? 6Bയിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ എത്ര കൂടുതലാണ് 7Bയിൽ നിന്ന് ലഭിച്ചത്? അപ്പോൾ 6B എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ? 6B 7B എത്രയാണ് കിട്ടിയത്? 7Bയിൽ നിന്ന് നമുക്ക് 7000 ആണ് കിട്ടിയത്. ഓക്കെ, 6Bയിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? 6500. അപ്പോൾ എത്ര കൂടുതൽ കിട്ടി? 500 രൂപയുള്ളൂ കൂടുതൽ കിട്ടിയത്. അപ്പോൾ അത് ചെയ്യാം. പിന്നെന്താ? ഡയഗ്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക. പിന്നെ എന്തിനെ നോക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യം തയ്യാറാക്കി ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ആക്ടിവിറ്റി 7. The table shows the information about the amount brought by some student to invest in school saving account. അപ്പോൾ നീനു 2 രൂപ 5 ടോട്ടൽ നമ്മൾ നോക്കും. മീനു കൊണ്ടുവന്ന് കിട്ടും. റംല, മീര. അപ്പോൾ കംപ്ലീറ്റ് ടേബിളാണ്. ഇവിടെ ഇത് തന്നതിനനുസരിച്ച് ഇവിടെ മോഡൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ കോളം എങ്ങനെ എഴുതാം? ഇവിടെ 3 × 20 എന്നാണല്ലോ ഉള്ളത്. 3 × 20. അപ്പം 4 × നമ്മൾ എന്ത് എഴുതണം? 4 × 20 × 20 × 4 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 × 20 ×
പ്ലസ് 4 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു 120. മൂന്നാമത്തെ കോളം അങ്ങനെ വരും. ഇനി നാലാമത്തെ കോളം എങ്ങനെ വരും? 1 ഇൻറ്റു 1 അല്ല ഇവിടെ അല്ല 1 ഇൻറ്റു 20 പ്ലസ് ബ്രാക്കറ്റിൽ 8 ഇൻറ്റു 10. 1 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 20, 8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 80. അപ്പോൾ എത്രയാണ്? 100. ഓക്കെ, അപ്പോൾ ആ 2 കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്ത എന്താ? ഇഫ് ദ നമ്പർ ഓഫ് 20 rupees നോട്ട് ഈസ് ഡിനോട്ടഡ് എ, ദ നമ്പർ ഓഫ് 10 rupees നോട്ടഡ് ബി, ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഈസ് ഡിനോട്ടഡ് ടി, ആൻഡ് ഹൗ ക്യാൻ യു റൈറ്റ് ദ റിലേഷൻ? ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇങ്ങനെ ഡിനോട്ട് ചെയ്യാനും നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ടേബിൾ തരും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആപ്പിളും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ 20 റുപ്പീസിനെ എ ആക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ 20 ഇൻറ്റു എ എന്നാണല്ലോ ഇത്. അപ്പോൾ 20 എ പിന്നെ 10 ബി അല്ലേ? 10 ബി ഇതെന്താണ്? ടി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ടോട്ടൽ എമൗണ്ട് ടി. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ടി ഈക്വൽ ടു 20 എ പ്ലസ് 10 ബി. അപ്പോൾ റിലേഷൻ എഴുതാനുണ്ടാവും, അത് ശ്രദ്ധിക്കുക. നമുക്ക് ആക്ടിവിറ്റി 8, എട്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, എട്ടാമത്തെ ആക്ടിവിറ്റി ഇതാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ബോക്സ് ഷോൺ ഇൻ ദ. ഇതിൻ്റെ വോളിയം വ്യാപ്തം കാണാനാണ്. അപ്പം നമുക്കറിയാലോ വോളിയം കാണാം വി ഇൻറ്റു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ എല്ലും ബിയും എച്ചൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ. 80 ഇൻറ്റു 40 ഇൻറ്റു 10. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 32,000 കിട്ടും. ഘന സെൻറ്റിമീറ്റർ എഴുതണം, സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ബോക്സസ് ഓഫ് 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 4 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 2 സെൻറ്റിമീറ്റർ ദാറ്റ് ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻ ദിസ് ബോക്സ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ എത്ര ബോക്സ് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ ആദ്യം ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. 10 ഇൻറ്റു 2 ഇൻറ്റു 4. അപ്പോൾ എത്രയാണ്? 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 80. ഇത്രയും വോളിയുള്ള എത്ര സാക്ക് നമുക്ക് കണ്ടെത്താമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എത്രയാണ്? 32,000 ആണ് അല്ലേ? 32,000 ആണ് ഈ വലിയ ഒരു വോളിയം, ഈ ഒരു ബോക്സിൻ്റെ വോളിയം. അതിൽ നിന്ന് നമുക്ക് 80 വോളിയുള്ള എത്ര എണ്ണം എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു 4. അപ്പോൾ നമുക്ക് എത്ര? 400 എന്ന് നമുക്ക് എഴുതാം. അത് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഇഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഹൈറ്റ് ഓഫ് ദ ബോക്സ് ഇൻ ദ പിക്ചർ ഈസ് ഡബിൾഡ്, വാട്ട് വിൽ ബി ദ വോളിയം? ഹൗ മെനി ടൈംസ് ഓഫ് ദിസ് വോളിയം വിൽ ബി ദ വോളിയം ഓഫ് ദ ബോക്സ് ഇൻ ദ പിക്ചർ? അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വോളിയം ഒക്കെ നമ്മൾ ഇൻറ്റു ചെയ്ത് നമുക്ക് എത്ര കൂടുതൽ കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 80 ആണല്ലോ. 80 നമ്മൾ 160 ആക്കി, ഒക്കെ ഡബിൾ ചെയ്യാണ്. 10 നമ്മൾ 20 ആക്കി, 40 നമ്മൾ 80 ആക്കി. ഇങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 256,000 ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ എത്രയാണ്? ആദ്യം കിട്ടിയത് 32,000 ആണ്. ഇതിൻ്റെ 8 ടൈംസ് ആണ്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. ഓക്കെ, 8 ടൈംസ് ആണ്. ഇത് ഡിവൈഡ് ചെയ്യണം. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇൻറ്റൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മുടെ ഇൻറ്റൊക്കെ കറക്റ്റ് ആവണം. ഇവിടെ ഒന്ന് തെറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ എല്ലാ ആൻസറും തെറ്റിപ്പോയി. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ആൻസറൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു.